ഹിയറിംഗ് ആൻഡ് സ്പീച്ച് സെന്ററിന്റെ വിശേഷങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. പാലക്കാട് ഹിയറിംഗ് ആൻഡ് സ്പീച്ച് സെന്ററിന്റെ MD ആയ ഡോക്ടർ ശ്യാം സംഗീതാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം സർ. നമസ്കാരം. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് സാറിനോട് ചോദിക്കാനുണ്ട്. ഓക്കെ, എന്താണ് ഹിയറിംഗ് ആൻഡ് സ്പീച്ച് തെറാപ്പി? അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഹിയറിംഗ് ആൻഡ് സ്പീച്ച് തെറാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ സമൂഹത്തിൽ ഈ സംസാര വൈകല്യവും കേൾവിക്കുറവും ഭയങ്കരമായി പ്രിവലൻ്റ് ആണ്. അപ്പോൾ ആ ബുദ്ധിമുട്ട് നമുക്ക് എത്രയും വേഗം ഡിറ്റക്ട് ചെയ്ത് അത് റെക്ടിഫൈ ചെയ്യാനുള്ള കുറച്ച് ടെസ്റ്റ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മളിവിടെ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര കോമൺ ആണ് ഈ ഹിയറിംഗ് ലോസ്, ഈ സ്പീച്ച് ബുദ്ധിമുട്ടുകളെല്ലാം ഭയങ്കര കോമൺ ആണ്. അപ്പോൾ അത് എത്രയും വേഗം ഡിറ്റക്ട് ചെയ്യണം. എന്നിട്ട് അതിന് ഇവിടെ കുറച്ച് ഓഡിയോമെട്രി, ടിമ്പോനോമെട്രി, അങ്ങനെ കുറച്ച് ടെസ്റ്റുകളുണ്ട്. എന്നിട്ട് അതിന് നമ്മുടെ ഡെസിബിൾസ് എത്ര ഹിയറിംഗ് ലോസ് നമുക്കിതിൽ വരുന്നുണ്ട്, അതിനനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹിയറിംഗ് എയ്ഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. അത് നമ്മൾ യൂസ് ചെയ്ത് ആ ബുദ്ധിമുട്ട് എത്രയും വേഗം മാറ്റിയിട്ട് നമ്മുടെ നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്നു. ഓൾസോ ഈ സ്പീച്ച് തെറാപ്പി നമ്മൾ ഉദ്ദേശിക്കുന്നത് 3 സ്റ്റേജസ് ആണുള്ളത്. ആദ്യം അസസ്മെന്റ്, പിന്നെ കൗൺസിലിംഗ്, പിന്നെ തുടർന്നുള്ള മെയിൻ്റെനൻസ്. അപ്പോൾ നമ്മൾ എത്രയും വേഗം അസസ് ചെയ്യുന്നു, എൻ്റെ കൗൺസിലിംഗ് കൊടുക്കുന്നു. കൗൺസിലിംഗ് ഒരു 2-3 സെഷൻസ് ചിലപ്പോൾ ചിലവർക്ക് വേണ്ടി വരാം, ചിലവർക്ക് അതിനെക്കാട്ടി കൂടുതൽ ആവശ്യം വരും. ലൈക്ക് മാസങ്ങൾ ചിലപ്പോൾ വേണ്ടി വരാം. എന്നിട്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് ആ കോച്ചിങ് ആൻഡ് ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുനിശ്ചിതമായും നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇങ്ങനെ ഒരു അതായത് ഈ ഹിയറിംഗ് ഡിസേബിലിറ്റി, സ്പീച്ചിന്റെ ഒരു ഡിസേബിലിറ്റി, ഇതിന്റെയൊക്കെ ഒരു റൂട്ട് കോസ് എന്തായിരിക്കും? റൂട്ട് കോസ് പണ്ട് കുറവായിരുന്നു. ബട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, റേഡിയേഷൻ, ഇങ്ങനെയുള്ള കാരണം കൊണ്ട് വളരെ കുഞ്ഞുനാൾ തന്നെ ഈ ബുദ്ധിമുട്ട് കാണാറുണ്ട്. ബേസിക്കലി ഇത് നാച്ചുറലായിട്ട് ജനിച്ചപ്പോൾ തൊട്ട് ഉണ്ടാവാം, ചിലവർക്ക് അക്യൂർഡ് ആയിട്ട് ഉണ്ടാവാം. ജനിച്ചവരിൽ ഇത് കുറെ ജനറ്റിക് പ്രോബ്ലംസ് കാരണം കൊണ്ടാണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. ബാക്കിയുള്ളവർ ഈ അക്യൂർഡ്, അതായത് നമ്മുടെ ജീവിത ശൈലിയിൽ നിന്ന് വരുന്നത്, അത് കുറെ കാരണം കൊണ്ടാവാം. നമുക്ക് ഹിയറിംഗ് ഇപ്പൊ എല്ലാവരും ഈ ഹെഡ്ഫോൺസ് യൂസേജ് കാരണം, ഫോണിന്റെ ഉപയോഗം കാരണം, പിന്നെ ലൗഡ് നോയ്സസ്, എല്ലാവരുടെയും ലൗഡ് നോയ്സസ് സ്പീക്കേഴ്സിന്റെ അടുത്തിരുന്ന് അങ്ങനെ ഹിയറിംഗ് ലോസ് ഉണ്ടാവാം. ഈ റെഡ്യൂസ് ഹിയറിംഗ് ആൻഡ് ദിസ് ഹിയറിംഗ് ലോസ് ബുദ്ധിമുട്ടുകൾ എല്ലാവരും മാറ്റാൻ നമുക്ക് ഈ ഹിയറിംഗ് എയ്ഡിലൂടെ പറ്റും. അതുപോലെ തന്നെ ഈ സംസാര വൈകല്യവും പലവർക്കും ജന്മന പല സിൻഡ്രോംസ്, ഡിഫറെന്റ് സിൻഡ്രോംസ് ആണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതിൻ്റെയൊക്കെ ഒരു മെയിൻ ഒരു ഡിസബിലിറ്റി, ഒരു ബുദ്ധിമുട്ടാണ് ഈ ഹിയറിംഗ് ലോസ് ആൻഡ് ദിസ് സ്പീച്ച് ഇൻകേപ്പബിലിറ്റി. അത് നമുക്ക് ഈ ഇതിലൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു പരിധി വരെ ഹെറിഡിറ്റി ആവാം. അതെ, ഹെറിഡിറ്ററി ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ഈ തെറാപ്പിയിലൂടെ ഒരു പരിധി വരെ നമുക്ക് മാറ്റാം. അതെ. ഇവിടെ നമ്മൾ എന്തൊക്കെ സർവീസസ് ആണ് ഇത് കൂടാതെ, അതായത് ഹിയറിംഗ് ആൻഡ് സ്പീച്ച് തെറാപ്പി കൂടാതെ വേറെ എന്തൊക്കെ സർവീസസ് ആണ് ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക? നമുക്ക് ഹിയറിംഗ് മെയിൻ ആയിട്ട് വരുന്നത് ടിമ്പാനോമെട്രി, ഓഡിയോമെട്രി എന്ന ടെസ്റ്റുകളാണ്. അത് കൂടാതെ തന്നെ നമുക്ക് സ്പീച്ച് തെറാപ്പി ഉണ്ട്. അതിന്റെ കൂടാതെ തന്നെ നമുക്ക് സൈക്കോളജി ഡിവിഷൻ ഉണ്ട്. അതിന് അടുത്ത് തന്നെ നമുക്ക് സൈക്കാട്രിക്കൽ പ്രോബ്ലംസ് നേരിടാനുള്ള ബുദ്ധിമുട്ട് നേരിടുന്നവർക്കുള്ള ഡിവിഷൻസ് നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഇതിൽ നമുക്ക് ഫുൾ ഈ ജനറ്റിക് ആൻഡ് ഈ അക്യൂട്ട് ട്രേറ്റ്സ് ബുദ്ധിമുട്ടുള്ള വരുന്നവരെല്ലാവർക്കും കംപ്ലീറ്റ് ആയി നമുക്ക് ഇവിടുന്ന് ഒരു ഇമ്മ്യൂണിറ്റി കിട്ടാനുള്ള ഒരു ശ്രമമാണ്. ഇപ്പോ നിലവിൽ നമുക്ക് ഹിയറിംഗ് ഡിവിഷൻ ഉണ്ട്, സ്പീച്ച് തെറാപ്പി ഡിവിഷൻ ഉണ്ട്, പിന്നെ സൈക്കോളജി ഡിവിഷനും നമുക്കുണ്ട്. സാറിന്റെ വിലപ്പെട്ട സമയം അല്പസമയം ഞങ്ങൾക്ക് വേണ്ടി നൽകിയതിന് എന്തായാലും നന്ദി. നമസ്കാരം. താങ്ക് യു. പാലക്കാട് ഹിയറിംഗ് ആൻഡ് സ്പീച്ച് സെന്ററിലെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുമായിട്ടുള്ള ഉഷ മേനോൻ നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹായ് മാം, നമസ്കാരം. കേരള ഗൈഡ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മാം, എന്താണ് ഇങ്ങനെയുള്ളൊരു ഹിയറിംഗ് ആൻഡ് സ്പീച്ച് സെന്ററിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ റോള്? എന്താണ് ഒരു പ്രാധാന്യം അവിടെ? അതായത് ഇവിടെ വരുന്ന കുട്ടികളുടെ സ്പീച്ച് തെറാപ്പിക്ക് വരുമ്പോൾ കൂടെ അവർക്ക് പഠന വൈകല്യം ഉണ്ടെന്ന് കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അതുകൂടാതെ അവർക്ക് കൗൺസിലിങ്ങിൻ്റെ ആവശ്യവും വരുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിങ് തുടങ്ങാനായിട്ട് കാരണം. ഓക്കെ, എന്തെല്ലാം ടൈപ്പ് സ്പെഷ്യൽ നീഡ്സ് ഉള്ള കിഡ്സ് ആണ് ഇവിടെ വരുന്നത്? ലേണിംഗ് ഡിസബിലിറ്റി, ഓട്ടിസ്റ്റിക്, ഡൗൺ സിൻഡ്രോം, അങ്ങനെയുള്ള കുട്ടികളാണ് കൂടുതലായിട്ടും ഇവിടെ വരുന്നത്.
അത് കൂടാതെ കൗൺസിലിങ്ങിനും ആളുകൾ ചോദിച്ച് വരാറുണ്ട്. ഓക്കെ. ഏതൊക്കെ ടൈപ്പ് ഓഫ് കൗൺസിലിങ്ങിലുള്ള ആൾക്കാരാണ് വരുന്നത്? ഇവിടെ വരുന്നത് അധികവും ഫാമിലി കൗൺസിലിംഗ്, ഡിപ്രഷൻ പേഷ്യൻസ്, ദെൻ കുട്ടികൾ, ദെൻ ഡി അഡിക്ഷന് വേണ്ടിയിട്ടുള്ള കൗൺസിലിങ്ങിന്, പിന്നെ സീനിയർ സിറ്റിസൺസ്. സീനിയർ സിറ്റിസൺസ് എന്ന് പറയുമ്പോൾ സീനിയർ സിറ്റിസൺസ് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്കും അങ്ങനെ ഡിപ്രഷൻ ഉണ്ടാവാറുണ്ട്. വയസ്സുകാലത്താവുമ്പോൾ ആരും ഇല്ല എന്നുള്ളൊരു തോന്നലും ഒറ്റപ്പെട്ടു എന്നുള്ളൊരു അത് വരുന്ന സമയത്ത് അവർക്ക് ഡിപ്രഷൻ വരാറുണ്ട്. അപ്പോൾ അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ കുറേയൊക്കെ മാറ്റം വന്നിട്ടുമുണ്ട്. പാലക്കാട് ഹിയറിംഗ് ആൻഡ് സ്പീച്ച് സെന്ററിലെ ഓഡിയോളജിസ്റ്റും സ്പീച്ച് തെറാപ്പിസ്റ്റുമായ അമൃത നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ഇതിപ്പം നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഈ സംസാര വൈകല്യം എന്ന് പറയുന്നത് എന്തെല്ലാം ടൈപ്പ് സംസാര വൈകല്യങ്ങളാണുള്ളത്? അതിനെന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തു വരുന്നത്? ഇപ്പൊ സംസാര വൈകല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസോർഡർ കാറ്റഗറീസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഡിസോർഡർ പറയുമ്പോൾ നമ്മൾ പൊതുവായിട്ട് പറയുന്ന ഡൗൺ സിൻഡ്രോം, ഓട്ടിസം കാറ്റഗറീസ് ഒക്കെയാണ്. അത് കൂടാതെ നോർമൽ കുട്ടികൾക്കും സ്പീച്ച് വൈകല്യങ്ങൾ ഉണ്ടാവാം. ഡിലേഡ് കേസ് ആയിട്ടുള്ള പ്രീമെച്യൂർ ബേബി ആയിട്ട് വരുന്നത്, അതുപോലെ തന്നെ സ്റ്റട്ടറിങ് കേസസ് ഒക്കെ ആയിട്ട്. അപ്പൊ അവർക്ക് നമ്മൾ തെറപ്പിയാണ് കൊടുക്കുന്നത്. തെറപ്പി പറയുമ്പോൾ സ്പീച്ച് എക്സസൈസ് ആണ്, സൗണ്ട്സ് എക്സസൈസ് ആണ്, ബ്രീത്തിങ് എക്സസൈസ് ആണ്. അങ്ങനെ തെറപ്പി ബേസിസിലാണ് ആ ട്രീറ്റ്മെന്റ് നടക്കുന്നത്. അപ്പം ഇത് കുട്ടികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ? അല്ല, അഡൾട്ട്സിനും വരും. അഡൾട്ട്സിന് വരുമ്പോൾ എന്ന് വെച്ചാൽ സഡൻ ആയിട്ടുള്ള പാനിക് അറ്റാക്ക് എന്നുള്ള രീതിയിൽ ട്രോമാറ്റിക് ആയിട്ടുള്ള കേസസ് വരുന്നുണ്ട്. ആക്സിഡന്റൽ കേസസ്, സർജറി ഇഷ്യൂസ് ഒക്കെ വന്നിട്ട്, അതുപോലെ തന്നെ സ്ട്രോക്ക്, അങ്ങനെയുള്ള ടൈമിൽ അവർക്ക് പാരലൈസ്ഡ് ആവുമ്പോൾ അവരുടെ സ്പീച്ച് നഷ്ടപ്പെടാം. അപ്പൊ നമ്മൾക്ക് ഇതേ സെയിം ട്രീറ്റ്മെന്റ് തന്നെ തെറപ്പി ബേസിസിൽ എക്സസൈസിങ്ങും കണ്ടിന്യൂസ് സ്പീച്ച് സൗണ്ട്സ് വെർബലി കമ്മ്യൂണിക്കേഷൻ ചെയ്യിപ്പിച്ചിട്ട് ഇംപ്രൂവ് ആക്കി എടുക്കാൻ പറ്റും. അഡൾട്ടിനും വരും. ഈ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ല, സർജറി കൊണ്ടല്ല, ഈവൻ ഇപ്പൊ ആക്സിഡന്റൽ കേസ് വരുമല്ലോ, അപ്പൊ ബ്രെയിനൊക്കെ വന്നിട്ട് എഫക്ട് ചെയ്യുമ്പോൾ ട്യൂമർ കാരണം, അതുപോലെ ബ്രെയിൻ ആക്സിഡന്റൽ ആകുമ്പോൾ ഹെഡ് ഇഞ്ചുറി കാരണം അങ്ങനെ വരുന്നവർക്ക് സ്പീച്ചിന് ഡിലേ വരും. പാലക്കാട് ഹിയറിംഗ് ആൻഡ് സ്പീച്ച് സെന്ററിന്റെ ചെയർമാൻ മിസ്റ്റർ ശിവകുമാർ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സർ നമസ്കാരം. നമസ്കാരം. ലൈവ് TV കേരളയുടെ കേരള ഗൈഡ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. സാർ, ഇപ്പോൾ ഈ ഒരു സംരംഭം, അതായത് ഈ പാലക്കാട് ഹിയറിംഗ് ആൻഡ് സ്പീച്ച് സെന്റർ എന്ന് പറഞ്ഞ സംരംഭം തുടങ്ങിയിട്ട് എത്ര കാലമായി? നമ്മള് ഈ പാലക്കാട് ഹിയറിംഗ് ആൻഡ് സ്പീച്ച് സെന്റർ തുടങ്ങിയത് 2002 നമ്മൾ അതിനു മുമ്പായി 1990 കാലയളവിൽ നമ്മൾ ഒരു മരുന്നിൻ്റെ മെഡിസിൻ്റെ ഹോൾസെയിൽ വിപണന രംഗത്തേക്ക് ഇറങ്ങി. അതിലൂടെ നമ്മൾ നല്ല രീതിയിൽ എല്ലാ ഹോസ്പിറ്റലിലും ഡിസ്ട്രിക്റ്റും പുറമേയുള്ള 2-3 ഡിസ്ട്രിക്റ്റുകളും കവർ ചെയ്ത് നല്ല രീതിയിൽ മെഡിസിൻ സപ്ലൈ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിലൂടെ നമുക്ക് മാർക്കറ്റിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും പേഷ്യൻറ്റിനെയും പലരെയും കണ്ടിട്ടും നമുക്ക് ഇനി നല്ലൊരു കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു മേഖല തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു തോന്നൽ വരികയും അതിൻ്റെ അനുബന്ധമായി നമ്മളെ അതിലേറ്റവും ഒരു ജനങ്ങൾക്ക് ആവശ്യം, എനിക്ക് കുറേ ചാരിറ്റബിൾ പ്രോഗ്രാമുകൾ, കുറച്ച് സോഷ്യൽ വർക്കുകളും പലതും ഞാൻ പങ്കെടുക്കുന്ന ആളാണ്. അപ്പോൾ അതിലൂടെ കുറേ കേൾവി ഇല്ലാത്തവരും സംസാര വൈകല്യമുള്ള ആൾക്കാർ, എനിക്കത് വളരെ മനസ്സിന് ഒരു വിഷമിക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ അതിലൂടെ നമ്മൾ ഇതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ടാണ് പുതിയ പാലക്കാട് ഹിയറിംഗ് ആൻഡ് സ്പീച്ച് സെന്റർ എന്നുള്ളൊരു സ്ഥാപനം തുടങ്ങേണ്ടത്. അത് 2002 തുടങ്ങിയത്. അത് നമ്മുടെ ഒരു ഫാമിലി കൂട്ടായ്മയുടെ രീതിയിൽ നന്നായി ചെയ്യുന്നുണ്ട്. അതിപ്പോൾ തുടങ്ങിയ പിന്നെ നമുക്ക് എല്ലാ മേഖലയിലുള്ള പാവങ്ങളും അതിൽ സൗകര്യമുള്ളവരും അത് ശ്രദ്ധിക്കാത്തവരും അങ്ങനെ പല ആൾക്കാരെയും നമ്മൾ ഉൾപ്പെടുത്തി അവർക്ക് വേണ്ട നല്ല രീതിയിലുള്ള പരിശോധനകളും അതിനെ പറ്റിയുള്ള ഹിയറിംഗ് എയ്ഡ്സ്, സംസാരിക്കാനുള്ള ട്രെയിനിങ്ങും ഇവിടെ നന്നായി കൊടുത്തു വരുന്നുണ്ട്. അപ്പം ഫാമിലി എന്നുള്ളൊരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു സാർ? ഫാമിലി എല്ലാറ്റിനും എൻ്റെ മുമ്പിലും മുമ്പിലും എൻ്റെ ഒരു ബാക്ക് ബോൺ, അല്ലെങ്കിൽ എൻ്റെ ഒരു വളരെ സപ്പോർട്ടീവ് ആയിരുന്നു എൻ്റെ വൈഫ് ഗീതു ശിവകുമാർ. പിന്നെ മക്കൾ 2 ഒരു മെഡിസിൻ, ഒരാൾ ഡോക്ടറാണ്, ഒരാൾ 4th ഇയർ MBS പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരും നമ്മളെ മോട്ടിവേറ്റ്. പിന്നെ പൊതുവെ വൈഫിൻ്റെ ഫാമിലി എല്ലാവരും ഈ മെഡിക്കലിനോട് ബന്ധപ്പെട്ട, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനോട് ബന്ധപ്പെട്ട കുറേ ആൾക്കാരുകളാണുള്ളത്. പിന്നെ ഞാനും കുറേ മേഖലയിൽ ഏറ്റവും കൂടുതൽ സമയം ഹാർഡ് വർക്ക് ചെയ്ത് ഒരു നെറ്റ്വർക്കുള്ള മെഡിസിനോട്, മെഡിക്കൽ ഫീൽഡിനോട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ അതും നമുക്ക് ഇതിന് വളരെ സഹായകരമായി. ഇത് അല്ലാതെ മറ്റെന്തെങ്കിലും ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും സംരംഭങ്ങൾ സാർ? നമ്മൾ കുറേ സർജിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ മെഡിക്കൽ ഓഡിസിൽ ആൾറെഡി ഉണ്ടല്ലോ. പിന്നെ അതിന് പുറമെ നമ്മൾ കുറച്ച് ഒരു കൺസ്ട്രക്ഷൻ മേഖല, കുറച്ച് എനിക്കൊരു പാഷനാണ്
കൃഷി ബിൽഡിങ് കിട്ടുക എന്നുള്ളതൊക്കെ അത് നമ്മൾ സൈഡായി ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ. ഇനിയും പുതിയ കുറച്ച് ഒരു ക്ലിനിക്ക് നമ്മളൊരു കുറച്ച് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കുറച്ച് ഫിസിയോതെറാപ്പി യൂണിറ്റ്, കുറേ തെറാപ്പികൾ കൂടുതൽ മാർക്കറ്റിൽ കിട്ടാത്ത ഒരു നല്ല സേവനം കൊടുക്കുന്ന ഒരു ക്ലിനിക്കായിട്ട് ഡെവലപ്പ് എടുക്കുന്നുള്ള പ്ലാൻ ഉണ്ട്. ഇത് നമ്മുടെ അതെ, പാലക്കാട് ഹീലിംഗ് സെന്ററിന്റെ ഭാഗമായിട്ട്. ഓക്കെ. എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു താങ്ക് യു വെരി മച്ച്.